ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി ശ്രീധർ. മണ്ഡല മകരവിളക്ക് കാല തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ശബരിമല ക്ഷേത്രനട ഇന്നലെ രാവിലെയോടെ അടച്ചു. തിരുവാഭരണ സംഘം തിരുവാഭരണങ്ങളുമായി പന്തളത്തേക്ക് യാത്ര തിരിച്ചതോടെ പന്തളം കൊട്ടാരം പ്രതിനിധികൾ ദർശനം നടത്തി. തുടർന്ന് ഭസ്മാഭിഷേകം നടത്തി നടയടച്ചു. തിരുവാഭരണ സംഘം 24-ന് രാവിലെ 7-ഓടെ പന്തളം കൊട്ടാരത്തിൽ മടങ്ങിയെത്തും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ശബരിമലയിലെ വരുമാനം 357.47 കോടി രൂപ. കഴിഞ്ഞ സീസണിലേതിനേക്കാൾ 10 കോടിയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. കാണിക്ക ഇനിയും എണ്ണിക്കഴിഞ്ഞിട്ടില്ലെന്നും ഈ ഇനത്തിൽ ലഭിച്ച വരുമാനം 10 കോടിയിലേറെ ഉണ്ടാകുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. 50 ലക്ഷം ഭക്തരാണ് ഇത്തവണ ശബരിമലയിലെത്തിയത്. 5 ലക്ഷം ഭക്തരുടെ വർധനവാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമായി ഉണ്ടായിട്ടുള്ളത്. മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി നടത്തിയ സർവീസിലൂടെ KSRTCക്ക് ലഭിച്ചത് 38.88 കോടിയുടെ വരുമാനം. ആകെ 64.25 ലക്ഷം ആളുകളാണ് KSRTC വഴി യാത്ര ചെയ്തത്. ശബരിമല 18-ാം പടിക്ക് സമീപം ഇരുമുടിക്കെട്ടുമായി 2 യുവതികൾ എന്ന തരത്തിലുള്ള വ്യാജ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ചതിനെതിരെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി V. അജിത്തിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. രാജേഷ് എന്ന യുവാവിന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ പേജിലാണ് വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. സൈബർ പോലീസ് സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ നടത്താറുള്ള നിരീക്ഷണത്തിലൂടെയാണ് ഇത് കണ്ടെത്തിയത്. മതവികാരം വ്രണപ്പെടുത്തിയതിനും സമൂഹത്തിൽ ലഹള സൃഷ്ടിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചതിനും ബന്ധപ്പെട്ട വകുപ്പുകളും IT നിയമത്തിലെ വകുപ്പുകളും ാണ് കേസെടുത്തിട്ടുള്ളത്. വ്യാജ വീഡിയോ നിർമ്മിച്ച ഇൻസ്റ്റഗ്രാമിലൂടെ യഥാർത്ഥ ദൃശ്യമെന്ന തരത്തിൽ പ്രതി പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്നുവരുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര പത്തനംതിട്ട ജില്ലയിലെ നഗരപ്രദേശങ്ങളിലൂടെ പര്യടനം ആരംഭിച്ചു. ഇന്ന് അടൂർ നഗരസഭാ പരിധിയിൽ പരിപാടി നടന്നു. നാളെ പന്തളം നഗരസഭാ പരിധിയിൽ ഉൾപ്പെട്ട പന്തളം മെഡിക്കൽ മിഷൻ ആശുപത്രി ജംഗ്ഷൻ, KSRTC ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ രാവിലെ 10:30, ഉച്ചയ്ക്ക് 3:30 എന്നീ സമയങ്ങളിൽ വാഹനം പര്യടനം നടത്തും. 24-ന് പത്തനംതിട്ട നഗരസഭാ പരിധിയിൽ ഉൾപ്പെട്ട ഹാജി മീര സാഹിബ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരം, സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലും രാവിലെ 10:30, ഉച്ചയ്ക്ക് 3:30 എന്നീ സമയങ്ങളിൽ വാഹനം എത്തിച്ചേരും. 25-ന് തിരുവല്ല മാർക്കറ്റ് ജംഗ്ഷൻ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഓപ്പൺ സ്റ്റേജ് എന്നിവിടങ്ങളിലും പരിപാടി നടക്കും. തിരുവല്ലയിൽ നടക്കുന്ന പരിപാടിയോടെ ജില്ലയിലെ വികസിത ഭാരത് സങ്കല്പ യാത്ര ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപന പ്രദേശങ്ങളിലും യാത്ര പൂർത്തിയാക്കും. കോന്നി കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ പ്രമാടം രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ ഈ മാസം 28 വരെ വ്യാപാര വിജ്ഞാന പുഷ്പോത്സവ കലാമേള കോന്നി ഫെസ്റ്റ് നടക്കും. എല്ലാ ദിവസവും വൈകിട്ട് 7:30 മുതൽ കലാപരിപാടികൾ നടക്കും. 28-ന് നടക്കുന്ന സമാപന സമ്മേളനം ആന്റോ ആന്റണി MP ഉദ്ഘാടനം ചെയ്യും. കൾച്ചറൽ ഫോറം ചെയർമാൻ റോബിൻ പീറ്റർ അധ്യക്ഷത വഹിക്കും. പത്തനംതിട്ട ജില്ലയിലെ 8 നീർത്തടങ്ങളിൽ നടന്ന ഏഷ്യൻ നീർപക്ഷി കണക്കെടുപ്പിൽ 67 ഇനങ്ങളിലായി 6170 നീർപക്ഷികളെ കണ്ടെത്തി. നീർത്തടങ്ങളുടെ പാരിസ്ഥിതികാരോഗ്യം വിലയിരുത്തുന്നതിനും ദേശാടകരും സ്ഥിരവാസികളുമായ നീർപക്ഷികളുടെ സ്ഥിതി മനസ്സിലാക്കുന്നതിനുമായി ഏഷ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന ഈ കണക്കെടുപ്പിന്റെ ഭാഗമായി രാജ്യത്തെ എല്ലാ പ്രധാന നീർത്തടങ്ങളിലും എല്ലാ വർഷവും ജനുവരിയിലാണ് കണക്കെടുപ്പ് നടക്കുക. പന്തളം കരിങ്ങാലിപ്പുഞ്ചയുടെ ചേരിക്കൽ ഭാഗം, പൂഴിക്കാട് വള്ളിക്കോട് പുഞ്ച, ആറന്മുള നാൽക്കാലിക്കൽ നീർത്തടം, നന്നൂർ ഇഞ്ചൻചാൽ, കവിയൂർ പുഞ്ച, അപ്പർ കുട്ടനാടിന്റെ ഭാഗങ്ങളായ ഇടിഞ്ഞില്ലം, മേപ്രാൽ എന്നിവിടങ്ങളിലായിരുന്നു കണക്കെടുപ്പ്. കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും 1000-ഓളം പക്ഷികളുടെ കുറവാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.